നമ്മുടെയൊക്കെ നാട്ടു നടപ്പനുസരിച്ച് പലപ്പോഴും ഈ സ്വത്തവകാശങ്ങൾ കൃത്യമായി അതിൻ്റെ അവകാശികൾക്ക് വീതം വെച്ച് കൊടുക്കാതെ ബന്ധപ്പെട്ട ആളുകൾ അതങ്ങനെ ഒരുപാട് കാലം നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം നമ്മുടെയൊക്കെ നാടുകളിൽ കണ്ടുവരുന്നുണ്ട്. സഹോദരങ്ങളെ, ഇത് ഒഴിവാക്കണം. ഈ അനന്തര സ്വത്ത് ഇത് വിഹിതം വെക്കാതെ നീട്ടിക്കൊണ്ടുപോകുന്ന സംവിധാനമാണ് പലയിടത്തും കാണുന്നത്. പലപ്പോഴും മരണം നടന്നു കഴിഞ്ഞ് അധികമൊന്നും താമസിക്കാതെ 1 മാസമോ 2 മാസമോ ഒക്കെ ആവുന്നത് കൊണ്ട് അതിൻ്റെയും മുമ്പായാൽ എത്രയും നന്നായി, എത്രയും വേഗം ഓരോരുത്തർക്കും കിട്ടേണ്ട അവകാശങ്ങൾ എന്താണോ അതങ്ങ് കൊടുത്തു വീട്ടലാണ് സഹോദരന്മാരെ വേണ്ടത്. പലപ്പോഴും ആ മേഖലയിൽ എന്തു ചെയ്യും? വർഷങ്ങളോളം, പലപ്പോഴും നമുക്കൊക്കെ പരിചയം ഉണ്ടാവും. ഈ സംസാരിക്കുന്ന എനിക്കറിയാം, പലരെയും അറിയാം. ഇത് കേൾക്കുന്ന പലർക്കും ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ടാകും. നമ്മുടെയൊക്കെ പരിചയത്തിലും അതുപോലെ തന്നെ ചുറ്റുഭാഗത്തുമൊക്കെ ബാപ്പ മരിച്ചിട്ട്, ഉമ്മ മരിച്ചിട്ട്, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചിട്ട്, അല്ലെങ്കിൽ ഭാര്യ മരിച്ചിട്ട്, അല്ലെങ്കിൽ ആരാണോ മരണപ്പെട്ടത് വർഷങ്ങളോളമായിട്ട് ഒരുപാട് സമ്പത്തുണ്ട്, ഇനി കുറവായിരിക്കാം കൂടുതലായിരിക്കാം, ഇതുവരെ വിഹിതം വെച്ചിട്ടില്ല. പലപ്പോഴും അതിന് എല്ലാവർക്കും ഉള്ളിൽ അടക്കം പറയുന്നുണ്ട്. എന്താ വിഹിതം വെക്കാത്തത്? എല്ലാവർക്കും ഉണ്ട്, കിട്ടിയാൽ തിരക്കിടില്ല. ആഗ്രഹം ഉണ്ടാവുമല്ലോ, അവരൊക്കെ ബന്ധപ്പെട്ട അവരുടെ സ്വത്തല്ലേ, അവകാശമല്ലേ. പലപ്പോഴും ചിലപ്പോൾ ഫക്കീറുകളായ ആളുകൾ ഉണ്ടാകും. അവർക്ക് വല്ലതും കിട്ടിയെങ്കിൽ, ഇത് ഓഹരി വെച്ച് കിട്ടിയെങ്കിൽ, ഞങ്ങളുടേതായ വിഹിതം കിട്ടിയെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു, അല്ലെങ്കിൽ അത് വിറ്റ് വേറെ എവിടെയെങ്കിലും മറ്റെന്തെങ്കിലും വല്ല സംവിധാനങ്ങളിലേക്ക് അത് ഉപയോഗപ്പെടുത്താമായിരുന്നു എന്നൊക്കെയുള്ള അടക്കം പറച്ചിലുകളും ആഗ്രഹങ്ങളും ഒക്കെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷേ പെങ്ങന്മാർക്ക് ആങ്ങളമാരോട് ചോദിക്കാനൊരു മടി, അതുപോലെ തന്നെ ചെറിയവരായ ആളുകൾക്ക് മുതിർന്നവരോട് ഇത് പറയാനൊരു മടി. എന്താ മടി എന്നറിയോ? സ്വാഭാവികമായിട്ടുള്ള മടി. ഇപ്പൊ നിങ്ങൾക്ക് ഞാനിത് സംസാരിക്കുമ്പോൾ നിങ്ങളൊക്കെ മനസ്സിൽ വരുന്നുണ്ടാകും, എന്താണ് ആ മടി? എന്താ മടി? മുതൽ ചോദിച്ചാൽ പറയും, കണ്ടോ ഓൻ്റെ ഒരു ആർത്തിയുണ്ടില്ലേ, എന്താ ഓൻ്റെ ആർത്തിയുണ്ടില്ലേ, പാപ്പ മരിച്ചിട്ട് ഇത്ര ഈസായിട്ടുള്ളൂ, ഉമ്മ മരിച്ചിട്ട് ഇത്ര ഈസായിട്ടുള്ളൂ, എനിക്കിപ്പോ മുതലിപ്പൊ തന്നെ വേണത്രേ, എന്താ മുതലിന്റെ ഒരു ആർത്തി കണ്ടില്ലേ എന്ന് ഇത് ചോദിക്കാൻ വരുന്നവനോട് മറ്റുള്ളവർ പറയും എന്ന ലജ്ജ കാരണത്താൽ ആത്മാർത്ഥമായി തന്നെ അത് ചോദിക്കാൻ ആഗ്രഹം ഉള്ളിൽ ഒതുക്കി നടക്കുന്ന എത്രയോ അവകാശികൾ ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ അവർ ചോദിക്കൂല. പലപ്പോഴും മറ്റുള്ളവർ പറയും, ബന്ധപ്പെട്ടവർ പറയും, അങ്ങനെ ഉണ്ടെങ്കിൽ എന്റെ പങ്ങന്മാർക്ക് എന്താ എന്നോടാണ് ചോദിച്ചൂടെ? ചോദിക്കൂല. എന്തിനാ ചോദിക്കാൻ കാത്തു നിൽക്കുന്നത്? എന്തിനാ അതിന് സമയം നീട്ടുന്നത്? സമയമായി മരണം നടന്നു കഴിഞ്ഞാൽ അത് മറ്റുള്ളവന്റെ അവകാശമാണ്. അത് എത്രയും വേഗം കൊടുത്തു വീട്ടുന്നോ അത്രയും നല്ലതാണ്. അതിങ്ങനെ ഇട്ട് നീട്ടിവെച്ച് ഇവൻ ഒറ്റക്ക് ഇങ്ങനെ കൈകാര്യം ചെയ്യുക. ഇനി അതല്ല, എല്ലാവരും കൂടെ സംതൃപ്തമായിട്ടൊരു തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ്. ഈ പൊതുസ്വത്തായിട്ട് അവിടെ നിൽക്കട്ടെ, ഒരാൾ അതുകൊണ്ട് ക്രയവിക്രയങ്ങളൊക്കെ നടത്തിക്കോട്ടെ, നമുക്കത് മൊത്തമായിട്ട് ഇങ്ങനെ ആ വിധത്തിൽ കുറച്ച് വീതം വെക്കുമ്പോഴുള്ള അതിന്റെ വരുമാനങ്ങളൊക്കെ നമുക്ക് ഈ വിധത്തിലൊക്കെ ഭാഗിച്ചെടുക്കാം എന്ന് അവർ പരസ്പരം ഒരു ധാരണയിലൊക്കെ എത്തി വിഹിതമൊക്കെ നൽകുന്നുണ്ടെങ്കിലൊക്കെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇന്ന് അതല്ല നടക്കുന്നത്. അത് ഒരുത്തനങ്ങനെ കൈകാര്യം ചെയ്ത് അങ്ങനെ പോവും. മറ്റുള്ളവരൊരു ചോദിക്കാൻ പോകില്ല, വർഷങ്ങളോളം അങ്ങനെ കിടക്കും. മറ്റാരെങ്കിലും ചോദിച്ചാൽ പറയും, ഞാൻ എങ്ങനെ ഇപ്പം അത് ഞാൻ ചോദിച്ചാപ്പ എനിക്ക് മുതലിനോട് ആർത്തിയാന്ന് പറയൂലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അടക്കം പറയാണ് പല സാധുക്കളും. അത് പറ്റില്ല എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. അത് വിഹിതം വെച്ച് കൊടുക്കണം. ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണം നമ്മൾ. ഇത് ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ 2 കാര്യങ്ങളോട് ഇത് സാദൃശ്യം വരുന്നുണ്ട്, നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, അവിടുന്ന് പറഞ്ഞു എന്ത്? മത്തുലുൽ ഗനിയ്യി ളുൽമുൻ. ശരിക്കും പഠിച്ച് മനസ്സിലാക്കി വെക്കണം. ഒരു സമ്പന്നനായ ആള്, അഥവാ മത്തുലുൽ ഗനിയ്യി എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരാളെ അടുത്ത് കാശ് കടം വാങ്ങിയിട്ട് ഞാൻ അയാളോട് പറഞ്ഞു, ഞാൻ 1-ാം തീയതി ഇത്ര തിരിച്ചു തരുമെന്ന്. അങ്ങനെ 1-ാം തീയതി തിരിച്ചു തരാൻ എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ട്, എന്നിട്ടും ഞാൻ അതിങ്ങനെ തരാതെ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുക. അതിനാണ് മത്തുല് എന്ന് പറയുക. സ്വീപ്പാക്കുക എന്ന് പറയും നമ്മളെ മലയാളത്തിൽ. സ്വീപ്പാക്കുക, തരാതെ അങ്ങനെ ഇട്ട് സ്വീപ്പാക്കുക, അങ്ങനെ കബളിപ്പിക്കുക. അത് ളുൽമാണ്, അത് അക്രമമാണ്. അത് പരലോകത്ത് വമ്പിച്ച അക്രമികൾക്ക് ലഭിക്കുന്ന ശിക്ഷക്ക് കാരണമായി തീരും. അതുകൊണ്ട് കഴിവുണ്ടായിട്ടും, കൊടുത്തു വീട്ടാൻ കഴിവുണ്ടായിട്ടും, സമയവും സൗകര്യവും ഉണ്ടായിട്ടും അത് ചെയ്യാതെ നീട്ടി ഇങ്ങനെ ആരാന്റെ അവകാശം നീട്ടിക്കൊണ്ടുപോകലാണ് മത്തുല്. അത് ളുൽമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഈ മേഖലയിലേക്ക് അത് ബാധകമാണ്. മറ്റുള്ളവരുടെ അവകാശം അവർക്ക് കിട്ടേണ്ടത് എത്രയാണെങ്കിൽ അത് വേഗം കൊടുത്തൊഴിവാക്കിക്കൂടെ? അത് ഒഴിവാക്കാതെ, ആ ബാധ്യത നിർവഹിക്കാതെ നമ്മളിങ്ങനെ കൊണ്ടുപോകുക, ഓരോ ഞൊണ്ടിന്യായങ്ങൾ പറഞ്ഞിട്ട് അങ്ങനെ നീട്ടി കൊണ്ടുപോകുന്നത് ളുൽമാണ്. അത് നീട്ടിക്കൊണ്ടുപോകുന്നവൻ അനുഭവിക്കേണ്ടി വരും അതിന്റെ ശിക്ഷ. ഇത് ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കണം. 2-ാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഗുലൂല് അതിൽ വരുന്നുണ്ട് എന്നാണ്. എവിടെയാ വിശുദ്ധ ഖുർആൻ ഗുലൂൽ എന്ന് പറഞ്ഞത്? വഞ്ചിച്ചെടുക്കുക, കബളിപ്പിച്ചെടുക്കുക, കവർന്നെടുക്കുക എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു. സൂറത്ത് ആലി ഇമ്രാനിൽ നമുക്ക് കാണാൻ സാധിക്കും.
വമൻ യഗ്ലുൽ യഅതി ബിമാ ഗല്ല യൗമൽ ഖിയാമ. ആരെങ്കിലും അവൻ അർഹതപ്പെട്ടതല്ലാത്തത് കബളിപ്പിച്ചെടുക്കുന്നുവെങ്കിൽ, വഞ്ചിച്ചെടുക്കുന്നുവെങ്കിൽ, യഅതി അവൻ വരും ബിമാ ഗല്ല അവൻ വഞ്ചിച്ചെടുത്ത മുതലുമായി യൗമൽ ഖിയാമ ഖിയാമത്ത് നാളിൽ അവൻ മഹ്ശറിൽ ഇങ്ങനെ ഓടി നടക്കും. അർഹതപ്പെട്ടതല്ലാത്തത് മുതൽ കബളിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, പരലോകത്ത് ഞാൻ നിങ്ങളെ ഒരാളെയും കണ്ടുമുട്ടാൻ ഇടവരാതിരിക്കട്ടെ, നബിയേ എന്നെ സഹായിക്കൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് വരരുത്. എന്തേ കാരണം? അങ്ങനെ വരാനുള്ള കാരണം എന്താകും? അവന്റെ തലയിൽ അവന്റെ പെരടിയിൽ ഒരു പശുവിനെ ചുമന്നു വരും. ആ പശു ഇങ്ങനെ അമറുന്നുണ്ട്, ഒട്ടകത്തേറ്റി വരുന്നുണ്ട്, അതിങ്ങനെ അലർച്ചയുണ്ട്, ആടിനേറ്റി വരുന്നുണ്ട്, അതിനിങ്ങനെ കരയുന്നുണ്ട്. അതെന്താണെന്നറിയോ? ഓരോന്നും വഞ്ചിച്ചെടുത്ത മുതലുകളാ. അങ്ങനെ കബളിപ്പിച്ചെടുത്ത മുതലെന്താണോ അത് ഭൂമിയാണെങ്കിൽ ഭൂമി, എന്താണെങ്കിലും ഏത് വസ്തുക്കളാണോ മറ്റുള്ളവന്റെ അവകാശമായിട്ട് അത് സമയത്ത് കൊടുക്കാതെ പറ്റിച്ചെടുത്ത മുതലുമായിട്ട് ഞാൻ നടക്കുന്നുണ്ടെങ്കിൽ അതും കൊണ്ട് പരലോകത്ത് വരും. അവിടെ നിങ്ങൾ എന്നോട് വന്നിട്ട് കരഞ്ഞിട്ട് കാര്യമുണ്ടാകൂല, നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് കൊടുത്ത വഞ്ചിച്ചെടുക്കല്ലെന്ന് പറയുന്നതിൽ ഇതും പെടുന്നു. അതുകൊണ്ട് എന്താണെന്നറിയോ? ഇതൊക്കെ വളരെ ഗൗരവത്തോടുകൂടെ ആലോചിക്കണം. ഇനിയെങ്കിലും എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ആരെങ്കിലും മരണപ്പെട്ട ആളുകളുടെ സ്വത്ത് അത് എത്ര കൂടുതലാവട്ടെ കുറവാകട്ടെ ഓഹരി വെക്കാതെ കിടക്കുന്നുണ്ടോ, എത്രയും പെട്ടെന്ന് ഓഹരി വെച്ച് അർഹതപ്പെട്ടവർക്ക് വീതം വെച്ചാണ് കൊടുക്കുക. ഓരോരുത്തർക്കും അവരുടെ വീതാൻ കിട്ടട്ടെ. അവർക്ക് സ്വാതന്ത്ര്യം കിട്ടി, അവർക്ക് പിന്നെ വേണ്ടത് ചെയ്യാലോ. ഇതിങ്ങനെ കയ്യിൽ വെച്ച് എത്ര കൊല്ലാണ് ഈ നടക്കുന്നത്? നമ്മളാണ് മരിച്ചു പോയാലോ, അവകാശികൾ മരിച്ചു പോയാലോ, ആരുത്തരം പറയും ഇതിനൊക്കെ പരലോക കോടതിയിൽ? ഇത് ഗൗരവമാണ്, ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഇതെല്ലാവരും പറയൂല എന്ന് പറഞ്ഞാൽ അവകാശികൾ ആരും പറഞ്ഞു വരൂല. കാരണം നേരത്തെ പറഞ്ഞ കുത്ത് കിട്ടും, നേരത്തെ പറഞ്ഞ കുത്ത് എല്ലാവർക്കും കിട്ടും. കണ്ടോ മുതലിൻ്റെ ഒരു ആർത്തി കണ്ടോ? എനിക്കിപ്പോൾ കണ്ടില്ലേ, അതിപ്പോൾ മുതലോഹരി ഒക്കെ ആയിട്ട് ഇപ്പം എന്താവോ എൻ്റെ തിരക്ക്, അപ്പം മരിച്ചിട്ട് ഇത്ര ആയിട്ടുള്ളൂ, ഉമ്മ മരിച്ച് ഇത്ര ആയിട്ടുള്ളൂ എന്നൊക്കെ പറയുന്ന ആ ലജ്ജയോർത്തിട്ട് പലപ്പോഴും പാവങ്ങളൊന്നും ചോദിക്കാതെ ഈ സങ്കടം ഇങ്ങനെ ഉള്ളിൽ ഒതുക്കി നടക്കും. അതുകൊണ്ട് രക്ഷപ്പെടുന്നു അതിൻ്റെ കൈകാര്യക്കാർ വിചാരിക്കണ്ട. അത് അനർഹമായത് കൊണ്ടു നടക്കലാണ് നമ്മുടെ ദുആ സ്വീകരിക്കപ്പെടാതിരിക്കാനൊക്കെ കാരണമായി തീരും. കാരണം ബാത്തിലാണ് കൈകാര്യം ചെയ്യുന്നത്. ഓർക്കുക, വളരെ ഗുരുതരമാണ്, ഗൗരവമാണ്. അതുകൊണ്ട് എല്ലാവരും ഈ വിഷയത്തിൽ കാര്യത്തെ ഗൗരവത്തോടുകൂടെ തന്നെ കാണണം. അതല്ലാതെയാകുമ്പോൾ പുറത്തുക്കൊന്നും അറിഞ്ഞില്ലെങ്കിലും വേറെ ചില കാരണങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാക്കിയിട്ട് കുടുംബബന്ധം അങ്ങനെ മുറിഞ്ഞാണ് പോകും. കാരണം അതായിരിക്കും. പക്ഷെ ഇത് പറയൂല, ഇത് പറഞ്ഞാൽ മറ്റേ കുത്ത് കിട്ടുമെന്ന് പേടിച്ചിട്ട് ഇത് പറയൂല. മറ്റു കാരണങ്ങളാണ് ഇങ്ങനെ അകൽച്ചങ്ങനെ വരും. കുടുംബബന്ധങ്ങൾ ഇല്ലാതെയാകും. പരസ്പരം ഉള്ളിൽ പകയും ശത്രുതയും വിദ്വേഷവും കണ്ടുകൂടായ്മയും ഒക്കെ കുമിഞ്ഞുകൂടും. അതുകൊണ്ട് ചെയ്യേണ്ടത് പെട്ടെന്ന് ചെയ്യുക. ഈ സന്ദേശമാണ് ഈ സംസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിഞ്ഞ് നേരിന്റെ പാതയിലൂടെ മുന്നോട്ട് പോകുവാനുള്ള തൗഫീഖ് റബ്ബ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബ് നിശ്ചയിച്ച നിയമങ്ങളിലാണ് സുരക്ഷയും മനസ്സമാധാനവും ഉള്ളത്. അതിൽ നിന്ന് വഴുതി മാറാൻ തയ്യാറായാൽ അതിനനുസരിച്ചുള്ള പരിക്കുകൾ ഉണ്ടാകും എന്നത് ഗൗരവത്തോടെ ഓർക്കുക.